ഷെയ്ഖുൻ വശാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് രണ്ടുപേർ കടന്നു വരും. ഒന്ന് പ്രായമായ നല്ല പ്രായാധിക്യം വന്ന ഒരാൾ, വശാബുൻ മറ്റൊന്നൊരു യുവാവുമാണ്. ഫതകല്ലമ ശാബു ഖബല അൻ യതകല്ലമ ശൈഖ്. പ്രായാധിക്യം വന്ന ആ മനുഷ്യൻ സംസാരിക്കുന്നതിന് മുമ്പ് ഈ യുവാവ് കയറി സംസാരിച്ചു. ആദ്യം അദ്ദേഹമാണ് സംസാരിച്ചത്. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കബ്ബിർ കബ്ബിർ. പ്രായമുള്ള ആൾ ആദ്യം സംസാരിക്കട്ടെ, എന്നിട്ട് നിനക്ക് സംസാരിക്കാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു റെസ്പെക്ട് കൊടുത്തതാണ്. അപ്പൊ പ്രായമുള്ള ആൾക്ക് നല്ല റെസ്പെക്ട് അത് നമ്മൾ കൊടുക്കണം. കുടുംബത്തിൽ ഒരു കാര്യം തീരുമാനിക്കുന്ന അവസരത്തിൽ പ്രായമായ ആളുകളൊക്കെ പരിഗണിക്കണം. ഒരു സദസ്സിൽ അഭിപ്രായമൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഭിപ്രായം പറയും. അവരെ ബഹുമാനിക്കുക എന്നത് വലിയ ഇസ്ലാം വളരെ പരിഗണന നൽകിയ കാര്യമാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നു, മൻ വഖറ കബീറൻ ലികിബരി സിന്നിഹി. ഒരു മനുഷ്യന്റെ പ്രായാധിക്യത്തെ ബഹുമാനിച്ചാൽ ആമനഹുല്ലാഹു മിൻ ഫസഇ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിലെ ഭയവിഹ്വലതകളിൽ നിന്ന് അദ്ദേഹത്തെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിന്റെ ഭയവിഹ്വലത വല്ലാത്താണ്. നമുക്ക് അനുഭവിച്ചാൽ അത് ഒരിക്കലും തന്നെ അനുഭവിക്കാൻ കഴിയാത്തതാണ്. വളരെ പേടിപ്പെടുത്തുന്നതാണ്, ഭീതിജനകമാണ്. അതിൽ നിന്ന് അല്ലാഹു സംരക്ഷണം നൽകുന്നു. ആരെ? നമ്മൾ പ്രായമുള്ള ആളുകളെ ബഹുമാനിച്ചാൽ. അപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് നല്ല വിലയുണ്ട് ഇസ്ലാമിൽ. അവരുടെ ആ വില നമ്മൾ കൊടുക്കണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. സദസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരിങ്ങനെ നിൽക്കുന്നത് കാണാൻ പാടില്ല. അവിടെ സീറ്റ് ഉണ്ട്, അപ്പോൾ യുവാക്കളൊക്കെ കയറി ഇരിക്കുക, അങ്ങനെ പാടില്ല. അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് ചിലപ്പോൾ അവർ പറയുന്നില്ല, പക്ഷെ അവർ പറയാതെ നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുക. അതാണ് നമ്മൾ ആദരവ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ആദരിച്ചുകൊണ്ട് അവർക്ക് ബഹുമാനപൂർവ്വം നമ്മളെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് വേണം. അതുകൊണ്ട് വലിയ ഗുണം നമുക്ക് ഇരു ലോകത്തും ലഭിക്കുകയാണ്. എത്രത്തോളം എന്നാൽ ഇസ്ലാമിൽ ഇമാമത്ത് നിൽക്കുന്ന അവസരത്തിൽ ആരാണ് ഇമാമ് നിൽക്കേണ്ടത് എന്ന് ഫിഖ്ഹിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഫിഖ്ഹ് അറിയുന്ന ആളാണ്, പണ്ഡിതനാണ് ഇമാമ് നിൽക്കേണ്ടത്. അങ്ങനെ ഓരോ കാറ്റഗറി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേര് ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ സെയിമാണ്. എന്നാൽ പിന്നീട് നോക്കേണ്ട ഒരു കാര്യം എന്താണ്? മാനദണ്ഡം നോക്കുന്നിടത്ത് അവരിൽ ഏറ്റവും അസന്നായാണ്, ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളാരാണ് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നോക്ക് നിങ്ങൾ ഇമാമത്ത് നിൽക്കുന്നിടത്ത് വരെ. അപ്പോൾ പിന്നെ നോക്കേണ്ടത് വലിയ പ്രായം ആധിക്യം വന്ന ആളാരാണ് എന്നാണ്. അപ്പൊ പ്രായമുള്ള ആൾക്ക് അത്രയും വലിയ സ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണ് അയാൾക്ക് ഇത്ര വലിയ സ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു പറയുന്നതായിട്ട്, വഇസ്സതി വജലാലി വഫാഖതി ഖൽഖി ഇലയ്യ. അല്ലാഹുവിന്റെ ജലാലിയത്തും ഇസ്സത്തും എല്ലാം ഉന്നതിക്കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു പറയാണ്, ഇന്നി ലഅസ്തഹയി മിൻ അബ്ദി വഅമതി യശിബാനി ഫിൽ ഇസ്ലാമി അൻ ഉഅദ്ദിബഹുമാ. നാളെ ആഖിറത്തിൽ നല്ല പ്രായമായി നരബാധിച്ച് വരുന്ന ആളുകൾ, ഇസ്ലാമിലായി നരബാധിച്ച ആളുകൾ ഉണ്ടാവില്ല, ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാൻ അല്ലാഹു ലജ്ജിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് എത്ര വലിയ സ്ഥാനമുണ്ട് എന്നൊക്കെ. ഇസ്ലാമിലായി നരബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഗുണമാണ്, ഏറ്റവും വലിയൊരു പവറാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. തങ്ങൾ പിന്നെ തങ്ങൾ ഇങ്ങനെ കരഞ്ഞു. ഫഖീല ലഹുമാ യുബ്കീക യാ റസൂലല്ലാഹ്. എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്? എന്താണ് അങ്ങയെ കരയിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അബ്കി മിമ്മൻ യസ്തഹി ഇല്ലാഹു മിൻഹു വഹുവ ലാ യസ്തഹി മിനല്ലാഹ്. അല്ലാഹു തആല വരെ ആദരിച്ച് അവനെ ശിക്ഷിക്കാതെ മടി കാണിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അല്ലാഹു ലജ്ജിക്കുന്നു. അങ്ങനത്തെ ഒരാള് അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അവനെ തെറ്റിലേക്ക് തന്നെ. അവന് പ്രായമായതൊന്നും ബോധമില്ല. പ്രായങ്ങൾ കൂടുന്നു എന്നല്ലാതെ അവരെ തെറ്റിൽ നിന്ന് വിട്ടുനിന്ന് നന്നാവണമെന്ന ചിന്തയൊന്നുമില്ല. അങ്ങനത്തെ ഒരാള്, ആ അയാളെ കുറിച്ചാണ് ഞാൻ പേടിക്കുന്നത്, ഞാൻ കരഞ്ഞത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രായം കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് ബോധം വരണം. ചോനെ, നീ എനിക്ക് സ്ഥാനം തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ സ്ഥാനത്തെ ഞാൻ ബഹുമാനിച്ചു. ഇനിയെങ്കിലും തെറ്റിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കും. ദൈവത്തും നബിയത്തും ഫിത്നയും ഫസാദൊന്നും ഉണ്ടാക്കാതെ നല്ലവരായി ജീവിക്കണം എന്നാണ് ഇതിന്റെ സന്ദേശം. അല്ലാഹു അങ്ങനെയുള്ള ബോധം നമുക്കൊക്കെ പ്രായം ഓരോ ദിവസം കൂടുകയാണ്. ഓരോ ദിവസം ഓരോരുത്തർക്കും പ്രായം കൂടുകയാണ്. അല്ലാഹു തആല ബോധം നമുക്ക് നൽകുമാറാവട്ടെ. നല്ലവരായി ജീവിച്ച് മറ്റാർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ നല്ല സ്വാലിഹീങ്ങളായി ജീവിച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക്
പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നിങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്, നരകം ഹറാമാക്കണേ അല്ലാഹ്. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ് ആഫിയത്തോടെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയും ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ അല്ലാഹ്. അക്ബത്ത് നന്നായുള്ള മരണം സാധ്യമാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങളിൽ നിന്ന് കാവല് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജമാഅത്തിനെത്തി ക്ലാസ് കഴിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. നല്ല ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരെ എല്ലാ വിഷമങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കടബാധ്യതകളുള്ളവർ, ആ ബാധ്യത തീർക്കാനുള്ള ഹലാലായ മാർഗം നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്, ദില്ലത്തിലാക്കല്ലേ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദാഇ വല്ല വിപത്ത് വിധിച്ചുവെങ്കിൽ എല്ലാം ഈ ദുആ സ്വീകരിച്ചത് തട്ടിക്കളയണേ അല്ലാഹ്. ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നീ നസീബാക്കണേ അല്ലാഹ്. പടച്ചോനെ, ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളെ യഹ്വാനുകളെ നീ രക്ഷിക്കണേ അല്ലാഹ്. അവർക്ക് സുരക്ഷ ഒരുക്കണേ അല്ലാഹ്. അവരെ സംരക്ഷിക്കണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.